നല്ല ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ലൈഫൊക്കെ നയിക്കാനായിട്ട് ചില പുസ്തകങ്ങളൊക്കെ നമ്മെ സഹായിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പും റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴും റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ആയാലും ഈ പുസ്തകങ്ങൾ വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ശ്രേണിയിൽ ജോൺ ഗ്രേ എന്ന് പറയുന്ന വ്യക്തി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രശസ്തമായ പുസ്തകമാണ് മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ആണും പെണ്ണും വരുന്നത് രണ്ട് തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്നാണ്, രണ്ട് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഒരു സമാനതയുമില്ലാത്ത ചിന്തകളും ആശയങ്ങളും ഒപ്പം തന്നെ ബിഹേവിയേഴ്സുമുള്ള ആളുകളാണ് ആണും പെണ്ണും. അതാണ് മെൻ ആർ ഫ്രം മാസ്, വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകമാണിത്, വൈ മാസ് ആൻഡ് വീനസ് കൊളൈഡ്. ഈ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിൽ വഴക്കിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അത് വഴക്കിടുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ധാരാളം ആളുകൾ വായിക്കുകയും റെഫർ ചെയ്യുകയും ചെയ്യപ്പെട്ട പുസ്തകമാണിത്. പലപ്പോഴും നാം വിചാരിക്കും വഴക്കുകളൊക്കെ നമുക്ക് പരസ്പരം പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും, വഴക്കുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും, സ്നേഹം ഉണ്ടെങ്കിൽ എന്നെല്ലാം നാം പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ടോ എന്നുകൂടി മനസ്സിലാക്കുക. ആണ് ചിന്തിക്കുന്നതും പെണ്ണ് ചിന്തിക്കുന്നതും വ്യത്യസ്തമാണ്. മാത്രമല്ല ആണിന് സ്ട്രെസ് വരുന്നതും പെണ്ണിന് സ്ട്രെസ് വരുന്നതും രണ്ടും രണ്ട് തരത്തിലാണ്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാതെ നാം എങ്ങനെ സൊല്യൂഷന് വേണ്ടി ശ്രമിച്ചാലും അത് സൊല്യൂഷൻ ആകിയില്ല. അതാണ് പറയുന്നത് വൈ മാസ് ആൻഡ് വീനസ് കൊളൈഡ്. എന്തുകൊണ്ടാണ് അവർ സംഘർഷത്തിലാകുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഈ പുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പുരുഷന് സ്ട്രെസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, സ്ത്രീക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നതെല്ലാം. പലപ്പോഴും ആളുകൾ വിചാരിക്കും മറ്റേ ആൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ആളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, സ്വഭാവം ശരിയല്ല, എനിക്കിതൊന്നും അല്ലായിരുന്നു കിട്ടേണ്ടത്, എനിക്കിത് നല്ല ആളെ കിട്ടുമായിരുന്നു, ഇങ്ങനെയെല്ലാം വിചാരിച്ചുകൊണ്ട് ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ യഥാർത്ഥ പ്രശ്നം അവിടെയൊന്നുമല്ല എന്നുള്ളതാണ്. ഈ സ്ട്രെസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആദ്യത്തെ പുസ്തകം കൂടി വായിക്കണം, മെൻ ആർ ഫ്രം മാസ്, വിമൻ ആർ ഫ്രം വീനസ് എന്ന പുസ്തകം വായിക്കുക. അതിനുശേഷം ഈ പുസ്തകം വായിക്കുക, വൈ മാസ് ആൻഡ് വീനസ്. വളരെ ചെറിയ പുസ്തകമാണ്. എല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് റിലേഷൻഷിപ്പിലുള്ളവരും വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും എല്ലാവരും പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു സന്തോഷകരമായ ജീവിതത്തിന് ഇട നൽകുന്ന ഒരു പുസ്തകമാണ്. എപ്പോഴും നമ്മൾ കാണുന്നത് ആളുകൾ ബന്ധമൊക്കെ വിട്ടെറിഞ്ഞു പോകാനായിട്ട് യാതൊരു മടിയും കാണിക്കാറില്ല. പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് വരുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു, പക്ഷേ വന്ന പോലെ തന്നെ അവർ തിരികെ പോകുന്ന അവസ്ഥ. പലപ്പോഴും കുടുംബ ബന്ധങ്ങളായി, കുടുംബമായി, ഇപ്പോൾ കേരളത്തിലൊക്കെ ഈ ധാരാളം ഡിവോഴ്സുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, കാരണം ഒരു ലൈഫ് ലോങ് ആയ റിലേഷൻഷിപ്പിലേക്കാണ് നമ്മളെല്ലാം പലപ്പോഴും പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് നാം വേറൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതകാലം മൊത്തം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളോടൊത്ത് ജീവിക്കാനായിട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു അടിസ്ഥാനം മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതങ്ങളൊക്കെ എത്രയോ മനോഹരമാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ കൂടിയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് തന്നെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ പുസ്തകം ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേർ വായിക്കുകയാണെങ്കിൽ, രണ്ടുപേർ ഒരുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെയധികം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാം കൊണ്ടുവരുവാൻ സാധിക്കുന്നുള്ള കാര്യം സംശയമില്ല. ഈ പുസ്തകത്തിൽ വളരെ ശക്തമായി തന്നെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്, എന്താണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്, പുരുഷന് സ്ട്രെസ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം എന്താണ്, സ്ത്രീക്ക് സ്ട്രെസ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം എന്താണ്, പുരുഷന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്, സ്ത്രീക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, മാൻ എന്ന് പറയുന്നത് കേവ്മാനാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഹൈഡ് ചെയ്ത് അതല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ, വിശ്രമിക്കാൻ, ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആ സമയത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അധികം പ്രതികരിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല പുരുഷൻ എന്ന് പറയുന്നത്. പക്ഷെ സ്ത്രീ ആകട്ടെ ഓപ്പൺ മൈൻഡ് ആയിട്ടാണ്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അത് പറയണം, അത് കേൾക്കാൻ ആളുണ്ടാകണം തുടങ്ങിയ രീതിയിലെല്ലാം ചിന്തിക്കുന്ന ആളാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഒരുപക്ഷെ പുരുഷൻ നിശബ്ദനാകുമ്പോൾ അത് തന്നെ ലിസൺ ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് സ്ത്രീ ചിന്തിക്കുന്നു. സ്ത്രീ കുറേ അധികം പറയുമ്പോൾ പുരുഷൻ ചിന്തിക്കുന്നു ഇത് എന്നെ ഓവർവെലം ചെയ്യിപ്പിക്കുക, എന്നെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുക തുടങ്ങിയത് സ്ത്രീ ചിന്തിക്കുന്നു. ഈ ആശയക്കുഴപ്പങ്ങളാണ് പലപ്പോഴും കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്, സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് എല്ലാം അങ്ങനെയാണെന്നുള്ളതല്ല. ഈ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കിയിരുന്നാൽ പല ബന്ധങ്ങളും വളരെ മനോഹരമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പലപ്പോഴും പുരുഷന്മാർ ധാരാളം ജോലി ചെയ്ത്
വീട്ടിലേക്ക് വരുന്ന ആളുകളാണ്. ഇത് ഞാൻ പറയുന്നത് ഈ പുസ്തകം എഴുതിയ കാലഘട്ടത്തിലും പിന്നെ കേരള കോണ്ടെക്സ്റ്റിലൊക്കെ വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പലപ്പോഴും പൊതുവെ കാണപ്പെടുന്നത് പുരുഷന്മാർ ജോലിക്ക് പോകുന്നു, തിരികെ വരുന്നു, സ്ത്രീകൾ വീട്ടുകാരികളൊക്കെ നോക്കുന്ന രീതിയിൽ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്, കുറേയല്ല അധികം മാറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ രണ്ടുപേരും ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ സാഹചര്യം പലപ്പോഴും ഡിഫറെൻ്റായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ്